Hi there, I'm Jasira TA, your communication trainer from Reliant English Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർവ്യൂ സ്കിൽ ട്രെയിനിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും 100% ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ ഇൻ്റർവ്യൂ ക്യാബിനിൽ കയറിയാൽ 95% ആദ്യം നിങ്ങളോട് ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെൽ മീ അബൌട്ട് യോർ സെൽഫ്, അല്ലെങ്കിൽ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യോർ സെൽഫ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അത് ഏറ്റവും മനോഹരമായി എങ്ങനെ പറയണമെന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു റെസ്യൂമെ ഇൻ്റർവ്യൂവർക്ക് അയക്കുന്നു. ആ റെസ്യൂമെ സോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇൻ്റർവ്യൂ ക്യാബിൽ കയറുമ്പോൾ എഗെയിൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ റെസ്യൂമേൽ ഓൾറെഡി ഉണ്ട്. നിങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. എന്നിട്ടും ഇൻ്റർവ്യൂവർ ആ ഒരു ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ചോദിക്കുന്നു. വൈ? ഇറ്റ് ഈസ് ടു ബ്രേക്ക് ദ ഐസ്. കുറച്ച് ടെൻഷനോട് കൂടിയായിരിക്കും അല്ലേ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആ ടെൻഷനോട് കൂടി കയറുന്ന ഒരു കാൻഡിഡേറ്റിനെ ഒന്ന് ഈസ് ആക്കാൻ വേണ്ടി ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായി അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. ടു അസസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബോഡി ലാംഗ്വേജ് ആൻഡ് കോൺഫിഡൻസ്. നിങ്ങൾ ഓൾറെഡി അറിയാവുന്നൊരു സംഗതിയാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നല്ല കോൺഫിഡൻ്റായി പറയാൻ സാധിക്കും. എന്നിട്ടും നിങ്ങളതിൽ മിസ്റ്റേക്ക് വരുത്തുന്നെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ ലോ ഇൻ കോൺഫിഡൻസ്. പിന്നെ റെസ്യൂമിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല അല്ലേ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൂടിയാണ്. നിങ്ങളുടെ ബോഡി പോസ്റ്റർ, ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോൺടാക്റ്റ്, ഇതെല്ലാം അവർ അസസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അവർ ഫസ്റ്റ് ചോദിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് യുവർ പേഴ്സണാലിറ്റി. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ ഈ സെൽഫ് ഇൻട്രൊഡക്ഷനോടുകൂടി തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുക എന്നുകൂടി നമുക്ക് നോക്കാം. ഹൗ ടു സ്കോർ. ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടിപ്സാണ് കേട്ടോ. ഡോണ്ട് ബി അൺപ്രിപ്പയർഡ്. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ, നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ ദാറ്റ് യു ക്യാൻ ചെക്ക് യുവർ ബോഡി ലാംഗ്വേജ് ഓൾസോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മൊബൈലിൽ നിങ്ങളിതൊന്ന് പറയുന്നത് ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എവിടെയൊക്കെയാണ് കറക്ഷൻസ് വരുത്തേണ്ടതെന്ന് മനസ്സിലാകും. സോ പ്രിപ്പയർ വെൽ. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് മുന്നിലാകാം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാകാം. ഓക്കെ. സെക്കൻഡ് വൺ ഇസ് ബി എന്തൂസിയാസ്റ്റിക്. നല്ല എനർജിയോട് കൂടി തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക. ഗ്ലൂമി ആയിരിക്കാതെ, ലോ ഇൻ എനർജി ആകാതെ നല്ല എനർജറ്റിക്കായി. ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ഷോ യുവർ എനർജി. കൺസൈസ്, ദാറ്റ് ഈസ് 1 or 2 minutes, മാക്സിമം 2 minutes. അതിന് മുകളിലേക്ക് ഒരിക്കലും പോകേണ്ട. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് റെലവൻറ്റ് ടു ജോബ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങളൊരു ജോബ് പോസ്റ്റർ കണ്ടിട്ടായിരിക്കും ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ആ ജോബ് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സൗണ്ട് നാച്ചുറൽ. നേരത്തെ ഞാൻ പറഞ്ഞു പ്രിപ്പയർഡായി പോകണമെന്ന്, പ്രാക്ടീസ് ചെയ്യണമെന്ന്. പക്ഷേ ഇൻ്റർവ്യൂ ക്യാബിനിൽ ചെല്ലുമ്പോൾ നിങ്ങളിതെല്ലാം പറഞ്ഞ് പഠിച്ചതുപോലെ ഫീൽ ചെയ്യരുത്. നാച്ചുറലായി തന്നെ അവർക്ക് ഫീൽ ചെയ്യണം. ഓക്കെ. സോ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാൻ. സോ ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. ഓഫ് കോഴ്സ് ആദ്യം തന്നെ നിങ്ങളുടെ പേരാണ് പറയേണ്ടത്. യുവർ നെയിം. പേര് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫുൾ നെയിം തന്നെ പറയുക.
പലപ്പോഴും നമ്മൾ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് നമ്മളുടെ ഫസ്റ്റ് നെയിം മാത്രം പറഞ്ഞു നിർത്തും. ദറ്റ് ഈസ് റോങ്. ഒരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് നെയിം മാത്രം പറഞ്ഞു നിർത്തരുത്. ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഇനി ഇനീഷ്യൽസ് ഉണ്ടെങ്കിൽ ആ ഇനീഷ്യൽസ് ഉൾപ്പെടെ പറയുക. ഓക്കെ. ദെൻ മൈ നെയിം ഇസ്, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു ഫോമാറ്റാണ്. മൈ നെയിം ഇസ് ജസീറ TA. അല്ലെങ്കിൽ ഐ ആം ജസീറ TA എന്ന് പറയാം. ഇനി നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഫോണിലൂടെ ആണെങ്കിലോ, ഒരു ടെലഫോണിക് ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിലോ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പറയാൻ ദിസ് ഇസ് ജസീറ TA എന്നാണ്. ദിസ് ഇസ് ഡേവിഡ് തോമസ്. ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഇസ് മൈസെൽഫ്. ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൈസെൽഫ് ജസീറ TA എന്ന് പറയരുത്. പിന്നെ മിസ്റ്റർ ആൻഡ് മിസ് ഉപയോഗിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ പേര് പറയേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്. പ്ലേസ് പറയുമ്പോൾ എങ്ങനെയാണ് പറയാമെന്ന് നോക്കാം. ഐ ആം ഫ്രം ABCD. ഐ കം ഫ്രം ABCD എന്ന് പറയാം. ഐ ബിലോങ് ടു എന്നും പറയാം കേട്ടോ. ഐ ബിലോങ് ടു ട്രിവാൻഡ്രം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പേരും സ്ഥലവും കൂടെ ഒരുമിച്ച് പറയണമെങ്കിലോ, ഐ ആം ഡേവിഡ് തോമസ് ഫ്രം കൊച്ചിൻ. ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ചേഞ്ചസ് വിത്ത് ലൊക്കേഷൻ ഓഫ് ഇൻ്റർവ്യൂ എന്ന്. ഞാൻ നേരത്തെ ട്രിവാൻഡ്രം എന്നും കൊല്ലമെന്നും കൊച്ചിൻ എന്നൊക്കെ പറഞ്ഞു. അത് കേരളത്തിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി കേരളത്തിൽ വെളിയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നതെങ്കിലോ, ഫോർ എക്സാമ്പിൾ യു ആർ അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ ഇൻ ഹൈദരാബാദ്, എങ്ങനെയാണ് നിങ്ങൾ പറയാം? ഐ ആം ഡേവിഡ് തോമസ് ഫ്രം കേരള എന്ന് പറയണം. അതായത് നിങ്ങളുടെ സ്റ്റേറ്റ് പറയണം. ഇനി ഔട്ട് ഓഫ് ദ കൺട്രി ആണെങ്കിലോ, യു ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു ബി ഇൻ്റർവ്യൂഡ് ഔട്ട് ഓഫ് ഇന്ത്യ. നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? ഐ ബിലോങ് ടു ഇന്ത്യ എന്ന് പറയണം. ഐ ആം ഹെയിലിംഗ് ഫ്രം ഇന്ത്യ എന്നും പറയാം. ഐ ആം ഹെയിലിംഗ് ഫ്രം ഇന്ത്യ. ഐ ആം ആൻ ഇന്ത്യൻ ഇൻ കൾച്ചർ എന്നാണ്. ഇത് കുറച്ച് അൺഒഫീഷ്യലാണ്, ഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യമല്ല. ബട്ട് സ്റ്റിൽ ഇഫ് യു വോണ്ട് യു ക്യാൻ യൂസ് ഹെയിലിംഗ് ഫ്രം. ഐ ആം ഡേവിഡ് തോമസ് ഒറിജിനലി ഫ്രം കേരള, നൗ ഇൻ ഹൈദരാബാദ്. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്, നിലവിൽ ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാനുള്ള ഒരു യൂസേജാണ് ടു ദിസ് വൺ ഇസ്. ഇനി ഇതെല്ലാം പറയുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം കൂടി പറയാം. ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയരുത്. ഐ ആം കമ്മിങ് ഫ്രം കൊച്ചിൻ എന്ന് പറയരുത്. അത് പ്ലേസ് പറയാൻ യൂസ് ചെയ്യുന്നതല്ല. ഞാനിപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരർത്ഥമൊക്കെയാണ് അവിടെ വരുന്നത്. സോ ഡോണ്ട് യൂസ് ദിസ് ഡ്യൂറിങ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ. സോ ഇത്രയുമാണ് പ്ലേസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് യുവർ എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിലവിൽ നിങ്ങൾ വർക്കിംഗ് ആണ് എങ്കിൽ അതെങ്ങനെയാണ് പറയാമെന്ന് നോക്കാം. ഐ വർക്ക് അറ്റ് ABC കമ്പനി. ഞാൻ നിലവിൽ ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അടുത്തത് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ കൂടെ പറയുന്നുണ്ട്. ഐ ആം എ ട്രെയിനർ അറ്റ് ABC കമ്പനി. ഐ ആം ആൻ അക്കൗണ്ടൻറ്റ് അറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ഐ ഹാവ് ഡാഷ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ. അതായത് നിങ്ങളുടെ ടോട്ടൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഐ ഹാവ് 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ട്രെയിനിങ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സെക്ടർ പറയാം. ഐ ഹാവ് ബീൻ ഇൻ ട്രെയിനിങ് ഫോർ 10 years ഫോക്കസിങ് ഓൺ ഇൻ്റർവ്യൂ സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വൺ ഇസ് യുവർ ക്വാളിഫിക്കേഷൻ. അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത. നിങ്ങൾ നിലവിലൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഐ ആം കറൻ്റ്ലി ടേക്കിംഗ് എ കോഴ്സ് ഇൻ. ഏത് സബ്ജക്റ്റിലാണോ അത് നിങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഇനി ഓൾറെഡി നിങ്ങളൊരു ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ഒക്കെ ആണെങ്കിലോ, നിങ്ങൾക്ക് BCom ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ് എന്ന് പറയാം. ഐ ഹാവ് കംപ്ലീറ്റഡ് PG ഇൻ ഇംഗ്ലീഷ് ഫ്രം
ABC കോളേജ്. അതായത് എന്തിലാണോ നിങ്ങൾ നിങ്ങളുടെ PG ചെയ്തത് അത് പറഞ്ഞു, ഏത് കോളേജിൽ നിന്നാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജും യൂണിവേഴ്സിറ്റിയും എല്ലാം മെൻഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. I took my MBA from ഡാഷ് യൂണിവേഴ്സിറ്റി ഓർ കോളേജ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൻ്റെയോ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പേര് പറയാം. ഇനി സ്ഥിരമായി വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയുണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. I am a graduate in BCom അല്ലെങ്കിൽ BBA. അത് തെറ്റാണ്. നിങ്ങൾ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ BCom എന്നല്ല പറയേണ്ടത്, അവിടെ കൊമേഴ്സ് എന്ന് പറയണം. ഇല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയണം. ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ്, ഇല്ലെങ്കിൽ ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയണം. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ അബൌട്ട് യുവർ ഫാമിലി. ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്, നിങ്ങളെ പറ്റിയാണ് പറയേണ്ടത്. ഫാമിലിയെ പറ്റി ജസ്റ്റ് 1 സെൻറ്റൻസ് പറഞ്ഞാൽ മതി, കൂടുതൽ ഡീറ്റെയിലേക്ക് പോകേണ്ട. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഐ ആം ഫ്രം എ ഫാമിലി ഓഫ് 4. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, ആ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ 4 മക്കളിൽ ഒരാളാണെങ്കിലോ ഐ ആം 1 ഓഫ് 4 സിബ്ലിങ്സ് എന്ന് പറയാം. ഒറ്റ മകൻ അല്ലെങ്കിൽ മകളാണെങ്കിൽ ഐ ആം ആൻ ഓൺലി ചൈൽഡ്. ഇനി ഇതെല്ലാം ഐ ആം ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് വരുത്താൻ വേണ്ടി മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 4 മെമ്പേഴ്സ് അല്ലെങ്കിൽ 5 മെമ്പേഴ്സ് എന്ന് പറയാം. സോ ഇത്രയും മതി നിങ്ങളുടെ ഫാമിലിയെ പറ്റി സംസാരിക്കുമ്പോൾ. നെക്സ്റ്റ് ഏതാണെന്ന് നോക്കാം. ഇറ്റ്സ് യുവർ ഹോബീസ്. നിങ്ങൾ ഫ്രീ ടൈമിൽ എൻജോയ് ചെയ്ത് ഏറ്റവും ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന കാര്യമാണ് അല്ലേ ഹോബീസ്. അത് എങ്ങനെയാണ് പറയുക സെൽഫ് ഇൻട്രൊഡക്ഷനിൽ? ഐ റിയലി എൻജോയ് പെയിൻറ്റിങ് അല്ലെങ്കിൽ കുക്കിംഗ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കും, കാണും. ലൈക്ക് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് സോ ആൻഡ് സോ ക്ലബ് ഓർ പ്ലെയേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് പറയാം. ഓക്കെ, അത് ഐ ആം എ ബിഗ് ഫാൻ ഓഫ്. ഇല്ലെങ്കിൽ ഐ ആം കീൻ ഓൺ റീഡിങ്, ട്രാവലിംഗ്, ഇതെല്ലാം പറയാം. ഒന്നിൽ കൂടുതൽ ഹോബീസ് ഉണ്ടെങ്കിലോ, കുറേ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലോ ഐ ഹാവ് എ കപ്പിൾ ഓഫ് ഹോബീസ് ലൈക്ക് ഡാൻസിങ്, ലിസ്ണിംഗ് ടു മ്യൂസിക്, വാച്ചിങ് മൂവീസ്, കുക്കിംഗ്, ഇതെല്ലാം നിങ്ങൾക്ക് പറയാം കേട്ടോ. സോ ഇത്രയുമാണ് ഹോബീസ് പറയുമ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന സെൻറ്റൻസസ്. Let's see the next one, your ambition. Ambition എന്താണെന്ന് അറിയാലോ, ലൈഫിൽ എന്തായി തീരണമെന്നാണ് ആഗ്രഹം. എപ്പോഴും ഒരു ഇൻ്റർവ്യൂവർ നോക്കുന്നത് ഒരു ഗോളുള്ള ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർക്ക് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാൻഡിഡേറ്റായി ഫീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷനാണ് ദിസ് വൺ. ഇസ് മൈ ആംബിഷൻ ഇസ് ടു ബിക്കം the CEO of ABC company. അല്ലെങ്കിൽ I want to be an IAS officer. നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ you can just go ahead with your ambitions. Be an ambitious person. ഇതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. So with this we come to the end of the self introduction session. So to know more about interview skills training, comment below, subscribe our page, and to get individual attention, you can contact us in the WhatsApp number given below. So this is Jasira TA, your communication trainer from Reliant English Academy.